ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ. നമ്മൾ ഈ വർഷം കൊട്ടിയൂർ അമ്പലത്തിലേക്കായിരുന്നേ ബലിയിടാനായിട്ട് പോയത്. കഴിഞ്ഞ വർഷം വരെ നമ്മൾ ബലിയിട്ടുകൊണ്ടിരുന്നത് കോളയാട് പെരുവ ഭാഗത്തുള്ള ചങ്ങലഗേറ്റിൻ്റെ അവിടെയുള്ള അമ്പലത്തിൽ വെച്ചായിരുന്നേ. ആദ്യമായിട്ടാണ് കൊട്ടിയൂർ വെച്ചൊരു ബലിയിടുന്നത്. ഞാനല്ല, റൈജോട്ടനാണ് ഇടുന്നത്. ഞാൻ ഈ വീഡിയോ എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടന്ന ഈ ബലിയിടുന്ന രീതിയും അവിടെയുള്ള രീതിയും തമ്മിലുള്ള ഡിഫറൻസ് പറയാൻ വേണ്ടിയിട്ടായിരുന്നേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് ഒരുമിച്ചിട്ട് ബലിയിടാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ വേണ്ടി നല്ല നീറ്റായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. എല്ലാവർക്കും ഓരോ കല്ല് വീതം മുന്നിലുണ്ടാവും. ആ കല്ലിൻ്റെ മുകളിൽ വെച്ചാണ് നമ്മൾ അവർ പറഞ്ഞു തരുന്നതിനനുസരിച്ച് ഓരോ കർമ്മങ്ങളും ചെയ്യേണ്ടത്. പറയുന്ന കർമ്മങ്ങളായിക്കോട്ടെ അവരത് മൈക്കിൽ കൂടെ നല്ല സൗണ്ടിൽ പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയാണ്, ആൾക്കാരുണ്ട്, ഒച്ചപ്പാടുണ്ട്, ബഹളമുണ്ട്. അതിനടുക്ക് ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കേൾക്കണമല്ലോ. അതുകൊണ്ട് തന്നെ അവരത് മൈക്കിൽ കൂടിയാണ് വിളിച്ച് പറയുന്നത്. പക്ഷേ ഇതിൽ നിന്നെല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ ഇവിടെ കണ്ടത്. ചെയ്യുന്നവരും ചെയ്യാത്ത ആൾക്കാരും എല്ലാം ഒരുമിച്ചിട്ടാണുള്ളത്. ഇത് റൗണ്ടായിട്ട് നിന്നിട്ടാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് എനിക്കും അത്ര വലിയൊരു തൃപ്തി തോന്നിയില്ല. ഞാൻ വിചാരിച്ചു എൻ്റെ കുഴപ്പമായിരിക്കാം, എനിക്കങ്ങനെ തോന്നിയതായിരിക്കാമെന്ന് കരുതി. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് റൈജോട്ടനായിക്കഴിഞ്ഞാൽ അവരുടെ സുഹൃത്തുക്കളായിക്കഴിഞ്ഞാൽ അവരും പറഞ്ഞു മൊത്തം ഇതൊരു കാട്ടിക്കൂട്ടൽ പോയി ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ, ചെയ്ത് കഴിഞ്ഞിട്ടൊരു തൃപ്തി തോന്നിയില്ല എന്നൊക്കെ പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനൊരു വിമർശിച്ചിട്ട് പറയുന്നതല്ല. കൊട്ടിയൂർ അമ്പലത്തിൽ നിന്നും വർഷങ്ങളോളം ആയി ചെയ്യുന്ന ആൾക്കാർക്കുണ്ടാവാം. പക്ഷേ നമ്മൾ അവിടുന്ന് ചെയ്ത് ഒരു അനുഭവം കൂടി ഉള്ളത് കൊണ്ടാണ് ഇതത്ര വലിയൊരു നീറ്റായിട്ട് തോന്നാത്തത്. എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്തിനാ ഇത്രയും ബുദ്ധിമുട്ട് അവിടത്തേക്ക് പോയതെന്ന്. പക്ഷേ കഴിഞ്ഞ വർഷം അവിടുന്ന് ചെയ്തതുകൊണ്ട് നമ്മൾ ഈ വർഷം എന്നാൽ ഇവിടത്തേക്ക് പോവാമെന്ന് കരുതി വന്നതാണ്. എവിടെ നിന്നായാലും നമ്മൾക്ക് ബലിയിടണം എന്നല്ലേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാൽ കൂടി നമുക്കൊരു മനസ്സിന് തൃപ്തി തോന്നുമല്ലോ ബലിയിട്ട് കഴിഞ്ഞാൽ. കാണുന്ന എനിക്കത്ര തൃപ്തി തോന്നിയില്ലെങ്കിൽ പിന്നെ ബലിയിട്ടവരുടെ അവസ്ഥ എന്തായിരിക്കാം. അവരും അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് എനിക്ക് മാത്രം തോന്നിയ കാര്യമല്ല എന്നുള്ളത്. എന്തായാലും ശരി, നമുക്ക് എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. തിരിച്ച് അമ്പലത്തിൽ കയറി പ്രസാദവും വാങ്ങിച്ചിട്ട് മടങ്ങി. തിരിച്ച് വീട്ടിലേക്ക് വരാൻ നേരം ഹോട്ടലിൽ കയറി ഭക്ഷണവും കഴിച്ചു. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴാണ് അവിടെ യാദൃശ്ചികമായിട്ട് ഇവരുടെ ഫ്രണ്ട്സിനെയും ഫാമിലിയെയും കണ്ടു, സംസാരിച്ചു. താങ്ക് യു.